ഹലോ മക്കളെ, SSLC പരീക്ഷ തുടങ്ങാറായില്ലേ? കെമിസ്ട്രി പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങണ്ടേ? അതിനായി കവർ ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കെമിസ്ട്രി എക്സാമിൻ്റെ പാറ്റേൺ ഒന്ന് നോക്കിയാലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്. അതിൽ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ച് ഉത്തരങ്ങളൊക്കെ പ്ലാൻ ചെയ്യേണ്ട ഒരു സമയമാണ് ഈ 15 മിനിറ്റ്. ഈ പേപ്പർ പ്ലാൻ ചെയ്തിരിക്കുന്നത് 4 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ എ 1 മാർക്കിൻ്റെ 5 ചോദ്യങ്ങളും അതിലെ 4 ചോദ്യങ്ങളാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സെക്ഷൻ ബി 2 മാർക്കിൻ്റെ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരിക്കും. അതിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. സെക്ഷൻ സി 3 മാർക്കിൻ്റെ 5 ചോദ്യം ഉണ്ടായിരിക്കും. അതിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെക്ഷൻ ഡി നോക്കുകയാണെങ്കിലും 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും 4 മാർക്കിൻ്റെ. അതിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് മൊത്തം 7 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഒന്നാമത്തെ ചാപ്റ്റർ. കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഓരോ എലമെന്റുകളുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനും അവർ ഏത് ഗ്രൂപ്പിലാണ് ഏത് പീരീഡിലാണ് എന്നൊക്കെ എഴുതാനും, പിന്നെ ഓരോ പീരീഡിലും അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിലും ട്രെൻഡ്സ് ഉണ്ടായിരിക്കുമല്ലോ. അറ്റോമിക് സൈസ്, അയോണിക് സൈസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ എഫിനിറ്റി, അങ്ങനെയുള്ള ട്രെൻഡുകളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. പിന്നെ ഓരോ മെറ്റൽസിൻ്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ പറ്റിയും ഒക്കെയാണ് ഈ കഴിഞ്ഞ 4 വർഷത്തിൽ 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് പറയുന്നതാണ് ഈ ചാപ്റ്റർ. വേറെ ഒന്നല്ല, കുറച്ച് പ്രോബ്ലംസ് കൂടുതലുള്ള ചാപ്റ്ററാണ്. പക്ഷെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് രണ്ടാമത്തെ ചാപ്റ്റർ. മെയിനായിട്ട് ഈ 4 വർഷത്തിൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്പർ ഓഫ് മോളിക്യൂൾസ് കാൽക്കുലേറ്റ് ചെയ്യാനും ആറ്റത്തിൻ്റെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാനും വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെയാണ് പ്രോബ്ലംസ് വരാറുള്ളൂ. ഇനി 3 ഗ്യാസ് ലോസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ചാൾസ് ലോ, ബോയിൽസ് ലോ, അവഗാഡ്രോ ലോ. ഇത് ബേസ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഇത് ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഇനി മൂന്നാമത്തെ ഒരു ചാപ്റ്ററാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. ഇതിൽ മെയിനായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ഗാൽവാനിക് സെൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 1 വേർഡ് ആയിട്ടും 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനും സബ് ക്വസ്റ്റ്യൻ ആയിട്ടും ഡയഗ്രാം തന്നിട്ടും എല്ലാം ചോദിച്ചിട്ടുണ്ട്. ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഗാൽവാനിക് സെൽ ബേസ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയേണ്ടത് ഈ ചാപ്റ്ററിൽ റിയാക്ടിവിറ്റി സീരീസ് ആണ്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് റിയാക്ടിവിറ്റി സീരീസ് തരാറുണ്ട്, പക്ഷെ നിങ്ങളത് പഠിച്ചു വെക്കുന്നതാണ് നല്ലത്. ഇനി ഇവിടുന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻസ് ബേസ് ചെയ്തിട്ട്. പിന്നെ ഇലക്ട്രോളിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ്, കോപ്പർ ഓൺ അയൺ അല്ലെങ്കിൽ സിൽവർ ഓൺ കോപ്പർ. ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഈ ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുള്ളത്. ഇനി ചാപ്റ്റർ 4 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. സെപ്പറേഷൻ ടെക്നിക്കുകൾ, കോൺസെൻട്രേഷൻ, കാൽസിനേഷൻ, റോസ്റ്റിംഗ്, 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ 4 വർഷം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ബ്ലാസ്റ്റ് ഫർണസ്. അയേണിൻ്റെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഈ കഴിഞ്ഞ 4 വർഷത്തിലില്ല. അതിലെ പിഗ് അയൺ, കാസ്റ്റ് അയൺ, സ്ലാഗ്, ഗ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ഇനി മെറ്റൽസും അതിൻ്റെ റിഫൈനിങ് മെത്തേഡുകളും അതിൻ്റെ ഓർസ്, 1 മാർക്കിനൊക്കെ ഓറുകളെ പറ്റി ചോദിക്കാറുണ്ട്. ഓരോ മെറ്റലിൻ്റെയും ഓരോ ഓറുകൾ. അലുമിനിയം ആണെങ്കിൽ ബോക്സൈറ്റ്, ഇപ്പോൾ ലെഡ് ആണെങ്കിൽ ഗലേന, അങ്ങനെയുള്ളതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നതാണ് എലോയ്സ്. 3 മാർക്കിനും 4 മാർക്കിനും എലോയിനെ പറ്റി നോട്ട് എഴുതാനും എക്സാമ്പിൾസ് വെച്ച് എഴുതാനും അപ്ലിക്കേഷൻസുമായിട്ട് ഈ കഴിഞ്ഞ 4 വർഷം ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററും ഒന്നാമത്തെ ചാപ്റ്ററും നന്നായിട്ട് തന്നെ വിടാണ്ട് പഠിച്ചു പോകണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 5 കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത് അമോണിയ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അമോണിയയുടെ ഫോർവേഡ് റിയാക്ഷൻസും ബാക്ക്വേർഡ് റിയാക്ഷൻസും ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അത് തന്നിട്ട് ആ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിരിക്കുന്നത്. ഇക്വിലിബ്രിയം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കൂടുതലും കാണുന്നത്. 1 മാർക്കിനും 4 മാർക്കിനും ഈ കഴിഞ്ഞ 4 വർഷം നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണാം. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് കോണ്ടാക്ട് പ്രോസസ് അല്ലെങ്കിൽ H2SO4 കിങ് ഓഫ് കെമിക്കൽസിന്റെ
കെമിക്കലായിട്ട് H2SO4ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മെയിനായിട്ട് 2 മാർക്കിനും 3 മാർക്കിനും ഈ കഴിഞ്ഞ 3-4 വർഷത്തിൽ ചോദിച്ചു വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്റർ 2 6 and 7 ഓർഗാനിക് കെമിസ്ട്രിയാണ്. കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. സ്ഥിരം എഴുതി പഠിച്ചാൽ ഏറ്റവും നന്നായി മാർക്ക് കിട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് ഓർഗാനിക് കെമിസ്ട്രി. അപ്പോൾ ചാപ്റ്റർ 6 നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമേഴ്സ്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ്. ഡബിൾ ബോണ്ട് വന്നാൽ ആൽക്കീൻസ് ആണ്, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ആൽക്കൈൻസ് ആണ്, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് വന്നാൽ ആൽക്കെയിൻസ് ആണ്. എന്നാൽ ഈ ഹൈഡ്രോ കാർബൺസിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് 1 മാർക്കിനും 2 മാർക്കിനും 4 മാർക്കിനും ഈ കഴിഞ്ഞ 4 വർഷം നമുക്ക് കണ്ടുവരുന്നത്. പിന്നെ വരുന്നതാണ് ഇവരുടെ നെയിമിങ്. IUPAC നെയിം എഴുതുന്നത് സബ് ക്വസ്റ്റ്യൻ ആയിട്ടും മെയിൻ ക്വസ്റ്റ്യൻ ആയിട്ടും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ഐസോമറിസം. 3 മാർക്കിനും 4 മാർക്കിനും ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഈതർ, എസ്റ്റർ, കാർബോക്സിലിക് ആസിഡ്സ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അവരുടെ നെയിമിങ്ങും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ചാപ്റ്റർ 6ൽ നിന്ന് ഈ കഴിഞ്ഞ 4 വർഷം നമ്മൾ 1 മാർക്കിനും 2 മാർക്കിനും 3 മാർക്കിനും 4 മാർക്കിനൊക്കെ കണ്ടുവരുന്നത്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 7. ഇവരുടെയൊക്കെ കെമിക്കൽ റിയാക്ഷൻസ്, അതായത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിൽ മെയിനായിട്ട് 1 മാർക്കിന് ഈ കഴിഞ്ഞ 2 വർഷം 3 വർഷം അടുപ്പിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മോണോമർ. മോണോമറുകൾ ഏതൊക്കെയാണ്? PVCയുടെയും റബ്ബറിൻ്റെയും മോണോമേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ നെയിം ഓഫ് റിയാക്ഷൻസ്, അഡീഷൻ റിയാക്ഷൻ ആണോ കണ്ടൻസേഷൻ റിയാക്ഷൻ ആണോ, അങ്ങനെയുള്ള റിയാക്ഷൻ നെയിമുകൾ അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും 1 വേർഡ് ആയിട്ടും 4 മാർക്കിനും വരെ ഈ കഴിഞ്ഞ 4 വർഷം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് എത്തനോൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, റെക്ടിഫൈഡ് സ്പിരിറ്റ്, എത്തനോൾ, പിന്നെ സോപ്പിൻ്റെ മേക്കിംഗ്, പിന്നെ കംപ്ലീറ്റ് ദ കെമിക്കൽ റിയാക്ഷൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാച്ച് ദ ഫോളോയിങ് പോലെ 1 വേർഡിനും ഈ കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 7 ചാപ്റ്റേഴ്സ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട 2 ചാപ്റ്ററാണ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ചാപ്റ്റർ. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസും തീരെ വിടാണ്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഇതിലെ 7 ചാപ്റ്റർ നിങ്ങൾ വിടാണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ 4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പോയി പരീക്ഷ എഴുതുക. ഓൾ ദ ബെസ്റ്റ്.